അപ്പം എല്ലാവർക്കും രാത്രിയിലൊരു നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച്. നമ്മുടെ കേരളത്തിൽ തന്നെ എന്ന് പറയേണ്ട കാര്യമില്ല, ഇന്ത്യയിൽ മൊത്തം സ്കൂളിലെ യൂണിഫോം ഇടാൻ ആർക്കും വലിയ താല്പര്യമില്ല, എല്ലാവർക്കും വലിയ വിസമ്മതമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും സ്കൂളിൽ ഓരോ നിയമങ്ങളുണ്ട്. സ്കൂളിൽ യൂണിഫോം അവിടുത്തെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നതിന്, ഈക്വലായിട്ട് കാണുന്നതിൻ്റെ ഭാഗമായിട്ടും സ്കൂളിൽ യൂണിഫോം നിർബന്ധമാണ്. അത് നമുക്ക് പണ്ട് കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഇതുവരെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, കാലാകാലങ്ങളായി നടന്നു പോകുന്ന കാര്യമാണ്. ഏത് സ്കൂളിലാണെങ്കിലും, ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ആ സ്കൂളുകാർ നിർദ്ദേശിക്കുന്ന യൂണിഫോം ഉണ്ട്. ടൈ, ബെൽറ്റ്, സോക്സ്, ബാഡ്ജ്, എല്ലാ കാര്യങ്ങളും, റിബണ്, ഷൂ, എല്ലാം അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിൽ ആളുകളൊന്നും ആ യൂണിഫോം ഇടുന്നതിനോട് താല്പര്യമില്ല. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പം എൻ്റെ ഒരു ചെറിയ സജഷൻ, നമുക്ക് ഈ യൂണിഫോം സിസ്റ്റം അങ്ങ് മാറ്റിയാലോ? നമ്മുടെ എല്ലാവരുടെ മതത്തിൻ്റെ പേരിൽ, മത അടിസ്ഥാനത്തിൽ നമുക്ക് യൂണിഫോം ആക്കിയാൽ, ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ ചട്ടയും മുണ്ടും, ആൺപിള്ളേർ ആ പഴയ കാലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, ആ വെള്ള കളറിലെ, അവർക്ക് ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ഒരു കളറിലെ ഡ്രസ്സ് നല്ലതായിരിക്കില്ല. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടാൽ അവർ ക്രിസ്ത്യാനി കുട്ടികളാണെന്ന് അറിയാൻ പറ്റും. ഒരു കൊന്തമാലയും ഒക്കെ ഇട്ട്, ചട്ടയും മുണ്ടും, പുറയിൽ ഇങ്ങനെ കോഴിവാല പോലെയൊക്കെ ചെയ്ത് വെച്ചും, കുഞ്ഞുങ്ങളെ, ചെറിയ പിള്ളേരെ, വലിയ പിള്ളേരെ എല്ലാവരും. പിന്നെ വലിയ പിള്ളേർക്ക് തോളെ കൂടെ ഒരു ഷാള് ഉണ്ടല്ലോ, അവർ അമ്മച്ചിമാരിട്ടുകൊണ്ട് പോകുന്നത്, അതിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ആ ആൺകുട്ടികളും പെൺകുട്ടികളും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു കല്യാണവും അല്ലെങ്കിൽ പ്രേമമൊക്കെ വളരെ എളുപ്പമായിട്ട് പറ്റും. ക്രിസ്ത്യാനി പിള്ളേരെ തന്നെ പ്രേമിക്കാൻ പറ്റും. അതുപോലെ ഞങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് മഞ്ഞ കളർ, ഗുരുദേവൻ നിർദ്ദേശിക്കുന്ന, ശ്രീനാരായണ ഗുരു നിർദ്ദേശിക്കുന്ന കളർ മഞ്ഞ കളറാണ്. അപ്പം പെൺകുട്ടികൾക്ക് മഞ്ഞ കളറിലെ ഡ്രസ്സും ആൺകുട്ടികൾക്കും മഞ്ഞ കളറിലാണെങ്കിൽ എങ്ങനെയുണ്ട്? അത് ഈഴവ സമുദായത്തിൽ. പിന്നെ മറ്റുള്ള ഹിന്ദുസിനകത്ത് പൊതുവേ നമുക്ക് കാവി കളറിലെ ഡ്രസ്സ്, പിന്നെ ഒരു ഷാളും, അത് ഹിന്ദുസിന് അതായാലും എങ്ങനെയൊക്കെ. അതുപോലെ ജൈന മതക്കാർക്ക് അവർക്ക് വെള്ള ഡ്രസ്സാണ് അവർക്കും. അങ്ങനെ അതുപോലെ പഞ്ചാബികൾക്ക്, ഓരോ സ്റ്റേറ്റിലെ ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള കളർ. അതുപോലെ പിന്നെ നമ്മൾ ഹിന്ദുസ് ക്രിസ്ത്യൻസ് മുസ്ലിംസിന് അവരുടെ തലപ്പാവും അവരുടെ മുണ്ടും പർദ്ദയും, പെൺകുട്ടികൾ പർദ്ദ ഇട്ട് ശരീരം മുഴുവനും മറിച്ചിരിക്കുക, ആൺകുട്ടികൾ വെള്ള തലപ്പാവും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ വെച്ച് വരിക. അപ്പോൾ എല്ലാം നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാരുമുള്ള സൗഹൃദമായിട്ടും സ്നേഹമായിട്ടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ കേരളത്തിൽ പിന്നെ മതേതരത്വം അങ്ങ് പൂത്തുലയുമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മതപരമായിട്ടും ജാതിപരമായിട്ടുമുള്ള ഡ്രസ്സാണ് ഏറ്റവും ബെറ്ററാന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ കുലത്തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡ്രസ്സാണെങ്കിലും നല്ലതാണ്. കള്ളി എത്താൻ പോകുന്നവർക്ക് അങ്ങനെ, കൊല്ലന്മാരങ്ങനെ, ആശാരിമാരങ്ങനെ അവരുടെ ഡ്രസ്സ്, കൃഷിപ്പണിക്ക് പോകുന്നവരുടെ ഡ്രസ്സ്, അങ്ങനെ അവരവർ ഇഷ്ടമുള്ള ഡ്രസ്സ്. അപ്പോൾ ആ കുലം, അവരേത് കുലത്തിലാണ്, അവരെ ഏത് ജാതിയിലാണ്, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മുക്കുവ സ്ത്രീകളും മുക്കുവന്മാരും, അവരുടെയൊക്കെ എല്ലാവരുടെയും ഡ്രസ്സ് വെറൈറ്റിയാണ്. അപ്പോൾ എന്തിനാ ഈ യൂണിഫോം വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് പേരൻസ് വന്ന് ബഹളം, മതക്കാർ വന്ന് ബഹളം, രാഷ്ട്രീയക്കാർ വന്ന് ബഹളം, സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ സമാധാനം പോവാം, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സമാധാനം പോവാം. എന്തിനാ നിർത്തലാക്കിയ പോരെ? എന്തൊക്കെയായാലും നമ്മുടെ മതേതര രാജ്യമാണ്, മതേതര കേരളമാണ്. ഇഷ്ടമുള്ള കളറിൽ നമ്മുടെ ജാതിയുടെ പ്രകാരമുള്ള യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണെന്ന്. അതുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ എല്ലാ ഹിന്ദുക്കളുടെ കയ്യിൽ ഇങ്ങനത്തെ ചരടുകൾ, ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും, പാഴ്സികൾ, സിഖുകാർ, ജൈനീസ്, പിന്നെ ബുദ്ധന്മാരും കാവ്യ വസ്ത്രമാണ് ധരിക്കുന്നത്. ബുദ്ധമതത്തിൽപ്പെട്ട ആളുകൾ, നമ്മൾ ഇങ്ങനെ ബർമയിലൊക്കെ കാണാൻ പറ്റില്ലയോ അവരുടെ ഡ്രസ്സിങ്, മുടിയൊക്കെ മുട്ടയടിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാ ജാതിക്കാരുടെയും സെപ്പറേറ്റ്
പിന്നെ ആ ഡ്രസ്സിങ്ങും അവരുടെ ജാതിക്കും കുലത്തൊഴിലിനും അനുസരിച്ചുള്ള ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പോകണം. ഞാൻ പറയും ഞങ്ങൾ ഈഴവ സമുദായത്തിൽ ഞങ്ങൾക്ക് മഞ്ഞ തന്നെ വേണം, അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഞങ്ങൾക്ക് മഞ്ഞ കളർ തന്നെ മഞ്ഞൾ തേച്ച ആ കളറ് തന്നെയുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് ഈഴവർക്ക് വേണം. ഈഴവ പിള്ളേരെല്ലാം അപ്പം അങ്ങനെ തിരിച്ചറിയാം, ഏഴ് പെൺകുട്ടികൾ ഏഴോ ആണുങ്ങളെയും. അപ്പോൾ നമുക്ക് ഈ കല്യാണമൊക്കെ ആലോചിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അവരവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ, അവരവരുടെ മതത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതിയല്ലോ. അപ്പം എല്ലാവർക്കും അവരുടെ ജാതിയിലും അവരുടെ കുലത്തോടിലും അവരുടെ മതത്തിലും പെട്ട ആളുകളുമായിട്ട് മാത്രം അടുപ്പം വെച്ച് നമുക്ക് മതേതരം അങ്ങ് സംരക്ഷിച്ചു കൊണ്ട് പോകരുതോ? അതല്ലേ ബെറ്റർ? ഒരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തൊക്കെയാലും ഒന്ന് പറയണേ, കമൻ്റ് ഇടുക, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.